നമസ്കാരം, പത്രവാർത്താസിലേക്ക് സ്വാഗതം. ഞാൻ ആതിര. നമുക്കിന്നത്തെ പ്രധാന വാർത്തകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു മെയിൻ സ്റ്റോറി എന്ന് പറയുന്നത് KSRTCയിൽ ആളെ കൊല്ലും ഇരട്ടിപ്പണി. വിശ്രമമില്ലാത്ത രാപ്പകൽ ഓട്ടം 2 KSRTC ജീവനക്കാരുടെ ജീവനെടുത്തു. കോഴിക്കോട് ബംഗളൂർ ബസ് കർണാടകയിൽ നിയന്ത്രണം വിട്ട് ദിശാസൂചികയിലെ ബോർഡിൽ തൂണിലിടിച്ച് ഡ്രൈവർമാർ മിഥിലേഷിനും കണ്ടക്ടർ അരുണുമാണ് ദാരുണ അന്ത്യം. സൗജന്യയാത്ര വന്നതിന് ശേഷം ഡ്രൈവർമാർക്കും അതെ കണ്ടക്ടർമാർക്കും അതെ അവർക്ക് ഇരിക്കാൻ പോലുള്ള സമയമില്ല. ഒരു വിശ്രമമില്ലാത്ത യാത്രയാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഒരു ബസ്സിലെന്ന് പറയുന്നത് ഡ്രൈവറിൻ്റെ പണിയും കണ്ടക്ടറിൻ്റെ പണിയും അറിയുന്ന ഒരാളായിരിക്കും കൂടുതൽ സമയം ആ ഒരു യാത്രയിൽ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ കണ്ടക്ടർ പണി മാത്രം അറിയാവുന്ന ഒരാളെ നിർത്തിയാൽ ആ ഓടിക്കുന്ന വ്യക്തി എന്ന് പറയുന്ന ഡ്രൈവർ അത്രയും മണിക്കൂർ വിശ്രമമില്ലാതെ യാത്ര ചെയ്യേണ്ട അവസ്ഥയാണ്. ഇപ്പോൾ ഈ ഒരു പത്രത്തിൽ ആൾക്ക് ഉറക്കമില്ലാതെ ആ ഒരു ഡ്രൈവർ വിക്സ് തേച്ചിട്ട് ഉറക്കം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആൾ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത്. ഇതൊക്കെ തെറ്റായ ഒരു രീതിയാണ്. ഇപ്പോൾ ഈ സൗജന്യയാത്ര വന്നിട്ട് പോലും ആവശ്യമില്ലാത്ത ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും മുഖ്യമന്ത്രി അതൊന്നും കാണാതെ പോവുകയാണ്. അതുപോലെ ഇതിൽ CP ജോൺ ഗതാഗത മന്ത്രി അഭിപ്രായം പറയുന്നുണ്ട്. വിശ്രമമില്ലാതെ KSRTC ഡ്രൈവർമാർ പണിയെടുക്കുന്നുണ്ടോ എന്നതിൽ ഉത്തരവില്ലാതെ അന്വേഷണം നടത്തുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതെങ്കിലും ഒരു സംഭവം നടന്നു കഴിഞ്ഞതിന് ശേഷമേ ഇവരൊക്കെ മുൻകരുതൽ എടുക്കത്തുള്ളൂ. ഇതിന് മുന്നേ ഇതൊക്കെ തീരുമാനിക്കുവാണെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവത്തില്ലായിരുന്നു. അതുപോലെ വേറൊരു വാർത്തയാണ്, നാളത്തെ MG യൂണിവേഴ്സിറ്റി പരീക്ഷകൾ മാറ്റിവെച്ചു. മഴ തുടരുന്ന സാഹചര്യത്തിൽ MG സർവകലാശാല നാളെ നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചു. പുതിയ തീയതി പിന്നീട് അറിയിക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ വേറൊരു വാർത്തയാണ്, സുരേഷ് ഗോപിക്ക് വീണ്ടും ഓട്ടോ യാത്ര, സുരക്ഷാ വീഴ്ച 3ാം തവണ. അദ്ദേഹം ഒരു വസ്ത്ര സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനത്തിനായിട്ട് പോയതാണ്. ഇതിനു മുമ്പ് ഇതുപോലെ തന്നെ സംഭവിച്ചിരുന്നു. മാസങ്ങൾക്ക് മുമ്പ് വടക്കുന്നാഥ ക്ഷേത്രത്തിലും അതുപോലെ ഹരിപ്പാട് മണ്ണാർശാല ക്ഷേത്രത്തിലും തിരിച്ചു വരാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സുരക്ഷയുള്ള ഒരു വാഹനം അദ്ദേഹത്തിന് പറഞ്ഞിട്ടില്ലായിരുന്നു. ഇതിപ്പം കേന്ദ്രമന്ത്രി ആയാലും ഒരു സാധാരണ ഒരു മന്ത്രിയാണെങ്കിലും ആർക്കാണെങ്കിലും ഒരു സുരക്ഷയുള്ളൊരു വാഹനം ഏർപ്പാട് കൊടുക്കേണ്ടത് അത് എല്ലാവർക്കും ഉള്ള ഒരു ഉത്തരവാദിത്തമാണ്. ഇപ്പം മുഖ്യമന്ത്രിക്ക് മാത്രമല്ല സുരക്ഷ ഉള്ളൊരു വാഹനം എന്ന് പറയുന്നത്. എല്ലാ മന്ത്രിമാരും ഒരുപോലെ തന്നെയാണ്. അവർക്കും അങ്ങനെ ഒരു വാഹനം ചുമതലപ്പെടുത്തി കൊടുക്കേണ്ടത് മുഖ്യമന്ത്രിയുടെയും ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ കൂടുതലും മഴയും ഉള്ള പ്രളയവും അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇച്ചിരി കുറഞ്ഞിരിക്കുകയാണെങ്കിലും ഇതൊക്കെ തന്നെയാണ് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ വേറൊരു വാർത്തയാണ്, മുണ്ടക്കയം റോഡിൽ യാത്രാ പ്രതിസന്ധി രൂക്ഷം. മഴ പെയ്താൽ മണ്ണിടിച്ചിൽ, മലയോരത്ത് യാത്ര കഠിനം. കനത്ത മഴയും മണ്ണിടിച്ചിലും തുടർക്കഥയായതിനു ശേഷം ദേശീയപാതയിലെ മുണ്ടക്കയം കുട്ടിത്താനം യാത്ര ദുരന്തമായി മാറുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അമലഗിരി, കടുവപ്പാറ, പുല്ലുപാറ തുടങ്ങിയ മേഖലകളിലാണ് വലിയ രീതിയിൽ മണ്ണിടിച്ചിലും പാറയിടിച്ചിലും ഉണ്ടായത്. ഈ ഒരു മഴ സമയത്താണെങ്കിലും മണ്ണിടിച്ചിലാണെങ്കിലും ഉരുൾപൊട്ടലും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ യാത്രക്കാരാണെങ്കിലും ശ്രദ്ധിക്കേണ്ട അവസ്ഥയാണ്. ഇപ്പോൾ ഓടകളും റോഡും തമ്മിൽ കണ്ടാൽ തിരിച്ചറിയത്തില്ല. എല്ലാം വെള്ളക്കെട്ടും, മൊത്തം റോഡ് ഫുള്ള് വെള്ളമായിരിക്കും. അത് കാരണം യാത്ര ചെയ്യുന്നവർ അത് ശ്രദ്ധിക്കണം. കൂടുതലും ഇപ്പം അധികം ഈ ഒരു മഴ സാഹചര്യത്തിൽ യാത്ര ചെയ്യുന്നത് കൂടുതലും കുറയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ വേറൊരു വാർത്തയാണ്, പടവലവും വെള്ളരിയും ഒക്കെ പ്രളയം കവർന്നു. ഓണത്തിന് ഒരുപിടി നാടൻ പച്ചക്കറി ഇല്ല. ഇപ്പം ഞാനാണെങ്കിലും ഒരു റിപ്പോർട്ടിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു ഒരു പാടശേഖരത്ത്. അവിടെയാണെങ്കിലും പല പ്രശ്നങ്ങളാണ്. ഓരോ പ്രശ്നങ്ങൾ കാരണം ഇപ്പോൾ ഈ കൃഷിക്കാർ കഷ്ടപ്പെട്ട് അവർ കൃഷി ചെയ്തിട്ടും ഈ ഒരു മഴ കാരണം അവർക്ക് നാശനഷ്ടമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ഒരു റിപ്പോർട്ടിങ്ങിന് വന്നിട്ടുണ്ട്, അതൊരു പാടശേഖരത്തെ കാര്യം തന്നെയാണ്. മഴ വീണിട്ട് ആ കൃഷി മൊത്തവും നശിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, സാധാരണക്കാരായ വെറും പാവപ്പെട്ട കുടുംബത്തിലെ കർഷകരാണ് അവിടെ പണിയെടുക്കുന്നതുമെല്ലാം. ഈ പണിയെടുത്ത് ഇത്രയും കഷ്ടപ്പെട്ടിട്ടും അത്രയും ആ ഒരു കൃഷി നശിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ആ ഒരു കൃഷിക്കാരെ സംബന്ധിച്ച് അവർക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. നമ്മൾക്ക് ഈ ഒരു കൃഷി എന്ന് പറയുന്നത്, ഇവർ കൃഷി ചെയ്തിട്ടാണ് നമ്മൾ ഓരോരുത്തരും അന്നം കഴിക്കുന്നത്. അതിപ്പോൾ ഒരു പച്ചക്കറി ആണെങ്കിൽ പോലും ഓണത്തിന് ഇപ്പോൾ ഇവർക്കൊരു വലിയൊരു നഷ്ടമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണെങ്കിലും കാലാവസ്ഥാ വെല്ലുവിളി എന്ന് പറയുന്നത് അതിശക്തമായ മഴയുണ്ട്. അതുപോലെ മഴവെള്ളം ആഴ്ചകളായി കെട്ടിക്കിടക്കുന്നു. ഇപ്പോൾ ഈ ഒരു പാടശേഖരത്തെ കാര്യമാണെങ്കിലും അവിടെ മൊത്തം വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുക തന്നെയാണ്. ആ ഒരു പാടശേഖരം മൊത്തത്തിൽ നശിക്കപ്പെട്ടിട്ടുണ്ട്. ഈ പച്ചക്കറി ആണെങ്കിലും ഇപ്പം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വാർത്ത കണ്ടപ്പോൾ എനിക്ക് ഇപ്പോൾ റിപ്പോർട്ടിങ്ങിന് പോകുന്നതിൻ്റെ കാര്യമാണ് എനിക്കിപ്പോൾ ഓർമ്മ വന്നത്. അതുപോലെ വേറൊരു വാർത്തയാണ്, വീടിനു സമീപം വഴിയിൽ കളിച്ചുകൊണ്ടിരുന്ന സഹോദരങ്ങളായ 2 കുട്ടികൾക്ക് വൈദ്യുതി കമ്പി പൊട്ടി വീണ് ഷോക്കേറ്റു. കാട്ടിക്കുന്ന് ചിറ്റേത്തറ സുബിൻ നിമ്മി ദമ്പതികളുടെ മക്കളായ ശ്രീഹരി, സഹോദരൻ കാശിനാഥ് എന്നിവരാണ് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത്. ഇപ്പൊ കുട്ടികളോട് നമുക്ക് എന്തായാലും കളിക്കരുത് അങ്ങനെ പറയാൻ ഒരിക്കലും പറ്റത്തില്ല. അത് കുട്ടികളാണ്, അവർ കളിക്കുകയെല്ലാം ചെയ്യും. ഇപ്പൊ ഈ ഒരു വൈദ്യുതിയുടെ ഈ ഒരു പ്രശ്നം കാരണം തന്നെ ഓലയുടെ മണ്ടയ്ക്കാണ് ലൈൻ കമ്പി പൊട്ടി വീണത്. അതെന്തുവായാലും ഒരു കുട്ടിക്കാണേലും ഒരു വ്യക്തിക്കാണേലും അത് കാണാൻ സാധിക്കണമെന്നില്ല.
ഇപ്പോൾ ഈ ഒരു മഴക്കാലത്താണെങ്കിലും ഒരുപാട് കാറ്റുമെല്ലാം ഉണ്ട്. അപ്പോൾ ഈ വൈദ്യുതി കമ്പികളിലെ അപകടാവസ്ഥ അത് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഇപ്പോൾ വെള്ളം കെട്ടിക്കിടക്കുവാണെങ്കിലും ആ ഒരു കമ്പി പൊട്ടി വീണാൽ പോലും നമ്മൾ ആരും അറിയത്തില്ല. നമ്മൾ ആ വെള്ളത്തിലൂടെ ആയിരിക്കും നടക്കുന്നതും കാര്യങ്ങളും ഒക്കെ. അത് കാരണം അതിന് കൂടുതൽ സുരക്ഷ ഉറപ്പാക്കേണ്ടത് നമ്മൾ സാധാരണക്കാരുടെയും അതേ മുഖ്യമന്ത്രിയുടെയൊക്കെ അത്യാവശ്യമാണ്. അതുപോലെ വേറൊരു വാർത്തയാണ്, വന്ദേമാതരം മുഴുവൻ പാടണം, സംസ്ഥാന സർക്കാർ ഉത്തരവ് പിൻവലിക്കണമെന്ന് പ്രതിപക്ഷം. UDF നിലപാടിന് വിരുദ്ധമായി വന്ദേമാതരം പൂർണ്ണമായും പാടണമെന്ന് സംസ്ഥാന സർക്കാർ ഉത്തരവ്. കേന്ദ്ര സർക്കാർ നിർദ്ദേശം അനുസരിച്ചാണ് വിശദീകരണം. വന്ദേമാതരം പൂർണ്ണമായും പാടുന്നത് RSSന് കീഴിലാണെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. ഇപ്പൊ ദേശീയ ഗാനമാണ് വന്ദേമാതരം എന്ന് പറയുന്നത്. അതിപ്പോ RSSന്റെ മാത്രമല്ല, ഈ പറയുന്ന ഇത്രയും ഈ ഒരു വലിയ സ്ഥാനത്തിരിക്കുന്ന ഇത്രയും വലിയ ആൾക്കാർ തന്നെ പറയുകയാണ് RSSന്റെ ഗാനമാണ് എന്ന് പറയുന്നുണ്ട്. ദേശീയ ഗാനമാണ് വന്ദേമാതരം. അത് ആർക്ക് വേണമെങ്കിലും പാടാവുന്നതേ ഉള്ളൂ, അല്ലാതെ ഒരാളുടെ മാത്രം ഒരു ഗാനമല്ല. അതുപോലെ വേറൊരു വാർത്തയാണ്, ഓണാഘോഷം 8ാം ക്ലാസ് പരീക്ഷകൾ മാറ്റണമെന്ന് സംഘടനകൾ. 8ാം ക്ലാസ്സുകാർക്ക് പരീക്ഷ 21 രാവിലെ 9:30 മുതൽ 11:15 വരെയാണ്. അന്നു തന്നെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഓണാഘോഷവും ഉണ്ട്. ഇപ്പൊ കൂട്ടുകാരെല്ലാം ഓണാഘോഷത്തിലാവുമ്പോൾ അതിൽ 8ാം ക്ലാസ് 9ാം ക്ലാസ് കുട്ടികളെല്ലാം പരീക്ഷാ ഹാളിൽ ഒരേ ദിവസം ഇരിക്കുക എന്ന് പറയുന്നത് അത് എല്ലാ കുട്ടികളെയും സംബന്ധിച്ച് ഒരു വിഷമകരമാണ്. ഒന്നെങ്കിൽ പരീക്ഷ മുമ്പ് നടത്തണം, അല്ലെങ്കിൽ ഓണാഘോഷം കഴിഞ്ഞ് നടത്തണം. ഇപ്പൊ ഈ സെപ്റ്റംബർ 1-ലേക്കാണ് മാറ്റണമെന്ന് പറയുന്നത്. 21 നിശ്ചയിച്ച പരീക്ഷ സെപ്റ്റംബർ 1 രാവിലത്തേക്ക് മാറ്റണമെന്ന് ആവശ്യം. അല്ലെങ്കിൽ 20 രാവിലെ ഉച്ചയ്ക്കായി 2 പരീക്ഷ നടത്തണം. പരീക്ഷ മാറ്റിയാൽ 2 പാദത്തിലെ അധ്യയനത്തെ ബാധിക്കുമെന്നാണ് ഓണപ്പരീക്ഷ വേഗത്തിലാക്കിയത്. ജൂലൈ 10 വരെ പഠിപ്പിച്ചത് ഉൾപ്പെടുത്തി ചോദ്യപേപ്പർ തയ്യാറാക്കാനാണ് തീരുമാനം. അതുപോലെ വേറൊരു വാർത്തയാണ്, പ്രളയക്കെടുതി നേരിടുന്നതിൽ സർക്കാർ പരാജയം, പെൻഷനിലും രാഷ്ട്രീയം വേണ്ട. മഴക്കെടുതി നേരിടുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്നും ദുരന്ത സാഹചര്യം മുൻകൂട്ടി മുൻകരുതലുകൾ എടുക്കാത്തത് വലിയ വീഴ്ചയാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ദുരന്തമുഖത്ത് ജനങ്ങളെ ചേർത്തുപിടിക്കാൻ കേരളം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയമാണിത്. സർക്കാരിന് പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ പിന്തുണയുണ്ടാവും. ഇത്രയും വലിയൊരു മഴക്കെടുതിയും ഇത്രയും വലിയ പ്രളയവും ആണെങ്കിലും മണ്ണിടിച്ചിലാണെങ്കിലും സംഭവിച്ച സമയത്ത് നമ്മുടെ മുഖ്യമന്ത്രി വിരുന്നിൽ പോയി പങ്കെടുത്തു. ആഹാരം കഴിക്കുന്ന ഒട്ടും തെറ്റല്ല, പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ അങ്ങനെ പോയി വിരുന്നിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് അത് ആർക്കാണെങ്കിലും അത് മോശമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത്രയും സംഭവിച്ചിട്ട് പോലും ഒരു നടപടി എടുക്കുന്ന ഇത്രയും കൃഷിയിടങ്ങൾ, ഇത്രയും പാടശേഖരങ്ങൾ, ഇത്രയും ആളുകളുടെ ബുദ്ധിമുട്ട്, ഈ ഒരു പാടശേഖരത്തിന്റെ ഭാഗത്താണേലും ഒത്തിരി സാധാരണപ്പെട്ട ആൾക്കാർ താമസിക്കുന്നുണ്ട്. അവരെല്ലാം ഇപ്പൊ വെള്ളത്തിലാണ്. ഓരോ ക്യാമ്പിലുമായിട്ടൊക്കെയാണ് അവർ താമസിക്കുന്നത്. ഇതിലൊന്നും മുഖ്യമന്ത്രി തീരുമാനം എടുക്കുന്നില്ല. എല്ലാം പറയുന്നുണ്ട് ഇത്ര പേർക്ക് ഇത്ര ലക്ഷം കൊടുക്കും, അത് കൊടുക്കും, ഇത് കൊടുക്കും എന്നൊക്കെ. പക്ഷെ ഇതുവരെ ഒന്നും അതിനൊന്നും തീരുമാനമായിട്ടില്ല. അതുപോലെ പെൻഷനിലും രാഷ്ട്രീയം വേണ്ടാന്ന് പറയുന്നുണ്ട്. ഈ ഒരു ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് ഒരുപാട് കിടപ്പ് രോഗികളും വയോജനങ്ങളും ഒരുപാടുണ്ട്, നടക്കാൻ പോലും കഴിയാത്തവരുണ്ട്, ഭിന്നശേഷിക്കാർ ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് വീട്ടിൽ കൊടുത്തുകൊണ്ടിരുന്ന ഒരു ക്ഷേമ പെൻഷനാണ് നിർത്തലാക്കാൻ പോകുന്നത്. കാരണം ക്ഷേമ പെൻഷനിലും രാഷ്ട്രീയം വേണ്ടാന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് വയ്യാത്ത ആൾക്കാരുണ്ട്, ഭിന്നശേഷിക്കാരുണ്ട്, കിടപ്പിലായ ഒരുപാട് രോഗികളുണ്ട്. അവർക്കൊന്നും പോയി എടുക്കാൻ ഉള്ള സാഹചര്യമല്ല. ഇപ്പം വീട്ടിലുള്ളെങ്കിലും എല്ലാ മക്കളും ഇപ്പം കൂടെ കാണണമെന്നില്ല, വീട്ടിൽ കൊടുക്കുന്നതായിരിക്കും അവർക്ക് നല്ല. ഇപ്പം ഈ ഒരു പെൻഷൻ തുക കിട്ടിയിട്ടായിരിക്കണം അവരൊന്നെങ്കിൽ ആഹാരം മേടിക്കാനോ മരുന്ന് മേടിക്കാനോ അതിനു വേണ്ടിയിട്ടായിരിക്കും കാത്തിരിക്കുന്നത്. അതുപോലെ ഈ 1000 രൂപ പെൻഷൻ ഇരട്ടി കൂട്ടുമെന്ന് പറഞ്ഞിട്ട് പോലും 3000 ആക്കുമെന്ന് പറഞ്ഞു. അതിന് പോലും ഇതുവരെ ഒരു തീരുമാനം എടുത്തിട്ടില്ലെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അതുപോലെ സ്പോർട്സ് വാർത്തയാണ്, നീരജിന് ശേഷം ആശിഷ്. അണ്ടർ 20 ലോകകപ്പ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ ഇന്ത്യയുടെ ആശിഷ് യാദവിന് വെള്ളി. ഇതിഹാസ താരം നീരജ് ചോപ്ര 2016 റെക്കോർഡോടെ സ്വർണം നേടി വരവറിയിച്ച ശേഷം അണ്ടർ 20 ലോകകപ്പ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് ആശിഷ്. 74.09 മീറ്റർ ദൂരത്തേക്കാണ് ജാവലിൻ എറിഞ്ഞ് ആശിഷ് വെള്ളി സ്വന്തമാക്കിയത്. അതുപോലെ നമ്മളെല്ലാവരെയും വിഷമിക്കുന്ന ഒരു വാർത്തയാണ് സ്പോർട്സിൽ കൊടുത്തിരിക്കുന്നത്. ലയണൽ മെസ്സിയുടെ പിതാവ് അന്തരിച്ചു. അദ്ദേഹം വേൾഡ് കപ്പിൽ കളിക്കുന്ന ആ ഒരു സമയത്താണെങ്കിലും അദ്ദേഹത്തിൻ്റെ പിതാവിന് വയ്യാണ്ട് കിടപ്പിലായിരുന്നു, ആശുപത്രിയിലെ ചികിത്സയിലായിരുന്നു. അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയുടെ പിതാവ് അന്തരിച്ചു. 68 വയസ്സായിരുന്നു. ഏറെ നാളുകളായി അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു അദ്ദേഹം. ഏതാനും മാസങ്ങളായി ക്യാൻസർ ഉൾപ്പെടെയുള്ള ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളോട് അദ്ദേഹം പോരാടുകയായിരുന്നു. എന്തായാലും നമുക്ക് അദ്ദേഹത്തിൻ്റെ നിത്യശാന്തിക്കായി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. വാർത്തകൾ അവസാനിച്ചു. അടുത്ത വാർത്തയുമായി നാളെ കാണാം.